ഹലോ ഗൈസ്, അങ്ങനെ സച്ചിയും രേവതിയും അച്ഛനും കൂടി ആ വീടിന്റെ പടിയിറങ്ങുകയാണ്. ഈ ഒരു എപ്പിസോഡിൽ ചന്ദ്രമതിക്ക് എന്തുകൊണ്ടാണ് സച്ചിയോട് ഇത്രയും അധികം ദേഷ്യം, സച്ചി ഇത്രക്കേറെ വെറുക്കാൻ കാരണം എന്താണെന്നുള്ളതൊക്കെ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇതുവരെ നമ്മൾ കാണാൻ കൊതിച്ച ഒരു എപ്പിസോഡാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് എപ്പിസോഡിലോട്ട് കടക്കാം. സച്ചി ആണെങ്കിൽ അച്ഛന്റെ കൈ പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ ഓടിപ്പാഞ്ഞെത്തുന്നുണ്ട് ചന്ദ്രമതി. എടാ സച്ചി, നീ അച്ഛന്റെ കയ്യിൽ നിന്ന് വിട്. നിനക്ക് പോണെങ്കിൽ നിനക്ക് ഒറ്റയ്ക്ക് പോവാം. നീ എന്തിനാ അച്ഛനെ കൂട്ടുന്നത്? ഞാൻ എവിടെ നിൽക്കുന്നോ അവിടെ എന്റെ അച്ഛൻ വേണം. അതുകൊണ്ട് ഞാൻ അച്ഛനെ കൂട്ടുവാ. എനിക്ക് എന്റെ അച്ഛനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുപോലെ രേവതിയും, നിനക്കേ നിന്റെ അച്ഛനെ കാണണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാം. അല്ലെങ്കിൽ നിനക്ക് പുറത്തും വെച്ച് കണ്ടൂടെ? എന്തിനാ നീ നിന്റെ അച്ഛനെ കൂടെ കൊണ്ടുപോകുന്നത്? പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്ക്, അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്നോടിപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ? ഞാനില്ലെങ്കിൽ ശ്രീകാന്ത് വർഷം ഇങ്ങോട്ട് വരില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങി തന്നേക്കാം. അച്ഛനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അച്ഛൻ എന്ത് പറയുന്നു? ഞാൻ അവസാനമായിട്ട് ചോദിക്കാണ്, അച്ഛൻ എന്റെ കൂടെ വരുന്നുണ്ടോ? അതോ ഇവർക്കൊപ്പം ഇവിടെ നിൽക്കുകയാണോ? അങ്ങനെ ഇവർക്കൊപ്പം ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ സച്ചി അച്ഛൻ മറക്കേണ്ടി വരും. സച്ചി മോനെ, നീ എന്തൊക്കെയാ പറയുന്നത്? അച്ഛനെ നിന്നെ കാണാതിരിക്കാൻ പറ്റൂ? അതുകൊണ്ട് അച്ഛൻ ഞാൻ പറയുന്നത്, ഇവർക്ക് ഞാനും രേവതി ഈ വീട്ടിൽ നിൽക്കുന്നതിൽ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനും എന്റെ ഭാര്യ എന്തിനാ ഇവിടെ നാണോ ഇല്ലാതെ കടിച്ചു തൂങ്ങുന്നത്? അച്ഛൻ വരുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വാ. പലതവണ ഞാൻ ആലോചിച്ചതാ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാന്ന്. അത്തരത്തിലുള്ള കുത്തുവാക്കുകളാ രേവതി ദിവസം ഇവരുടെ വായിന്ന് കേട്ടോണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ അച്ഛനെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ലെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടുന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാത്തത്. അപ്പോ ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ പിന്നെ അങ്ങ് ഒലിപ്പിക്കടാ. ഇദ്ദേഹം നീ ഒലിപ്പിക്കുന്നതിൽ അങ്ങ് വീണ് പോവുമല്ലോ. നീ പോകുന്നുണ്ടെങ്കിൽ തനിച്ച് പോയാ മതി. ഇദ്ദേഹത്തെ കൂടെ കൂട്ടിയിട്ട് നിനക്ക് എന്തിനാടാ പട്ടിണി കിടാനോ? ഇനി പട്ടിണി കിടക്കാൻ പോകുന്നതേ നിങ്ങളായിരിക്കും, അല്ലാതെ എന്റെ അച്ഛനല്ല. സച്ചി ഉള്ളിടത്തോളം കാലം എന്റെ അച്ഛൻ പട്ടിണി കിടക്കേണ്ടി വരില്ല. എന്ത് പണിയെടുത്തിട്ടാണെങ്കിലും ഞാൻ എന്റെ അച്ഛനെയും രേവതിയും പൊന്നുപോലെ നോക്കും. നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ മുന്നിൽ അന്തസ്സായിട്ട് ഇവർ ജീവിക്കും. എനിക്ക് മാത്രമല്ല, രേവതിക്ക് നല്ലൊരു ജോലിയുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, പട്ടിണി ആവാതെ നോക്കിയാൽ മതിയെന്ന്. ദേ ശ്രീകാന്തും വർഷി ഈ വീട്ടിലില്ല. പിന്നെയുള്ള നിങ്ങളുടെ ഏക ആശ്രയം ദേ ഈ നിൽക്കുന്ന മകനും മരുമകളും അല്ലേ? ഇവന്റെ കാര്യം ഗോവിന്ദ. എന്തായാലും ഇവരുടെ കാര്യം ഇവർ നോക്കട്ടെ. ഞാനും എന്റെ അച്ഛനും ഭാര്യയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നേക്കാം. അതോടെ നിങ്ങൾക്ക് വലിയൊരു ഭാരം ഇറക്കി വെക്കാം. അച്ഛാ, എന്താ നോക്കി നിൽക്കുന്നത്? അച്ഛൻ എന്റെ കൂടെ വരുന്നില്ലേ? വരാം സച്ചി. എന്താ ഇദ്ദേഹം പറയുന്നത്? ഇദ്ദേഹം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവില്ലേ? എന്റെ മകനില്ലാത്തടത്ത് ഞാൻ നിൽക്കില്ല ചന്ദ്രേ. അത് ഞാൻ നിന്നോട് 1000 തവണ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും നീ എന്റെ മകനെ ഇവിടുന്ന് പുറത്താക്കുകയല്ലേ? എന്റെ മകനില്ലാത്തടത്ത് എനിക്ക് സ്ഥാനമില്ല. സച്ചി, നമുക്ക് പോവാം. രവിയേട്ട, അവരോടല്ലേ പോവാൻ പറഞ്ഞത്? അതിന് രവിയേട്ടൻ എന്തിനാ പോകുന്നത്? അവർ തെറ്റ് ചെയ്തിട്ടല്ലേ അവരോട് പോവാൻ പറഞ്ഞത്? തെറ്റ് ചെയ്തത് ആരാണെന്നുള്ളതൊക്കെ നിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നു. എന്നിട്ടും നീ നിന്റെ സ്വന്തം മകനെയല്ലേ ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്നത്? ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം മക്കളെ കുറ്റപ്പെടുത്തുവോ ചന്ദ്രയെ? അതിനുള്ള തെറ്റ് അവൻ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ മനുഷ്യനെയാ അവൻ കൈവീശി അടിച്ചത്. അതും അത്രത്തോളം ആളുകൾ അവിടെ ഫംഗ്ഷന് കൂടിയ സമയത്ത്. അദ്ദേഹത്തിന് എത്രത്തോളം നാണക്കേട് ഉണ്ടായെന്നറിയോ? അത് മാത്രമാണോ? ചുറ്റിലും കൂടി ഇന്നവർ പലതും പറഞ്ഞ് പരിഹസിക്കുകയായിരുന്നു. ഇനി എങ്ങനെയാ പുറത്തിറങ്ങി നടക്കുക? ഇതിപ്പോ ഏകദേശം എല്ലാവരും അറിഞ്ഞു കാണും. അതുകൊണ്ട് ഇവരെ ഞാൻ ഈ വീടിന് പുറത്താക്കുകയാണെന്ന് പറഞ്ഞത്. രവിയേട്ട, ഇതിന് രവിയേട്ടൻ എന്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. ചന്ദ്രേ, നീ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. സ്വന്തം മകന് താഴ്ത്തി കെട്ടിയിട്ട് ഏതോ ഒരു പണക്കാരന് വേണ്ടി നീ ഇങ്ങനെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാ? അയാൾക്ക് പണം ഉള്ളതുകൊണ്ട്. അതിനേക്കാൾ പണം നിന്റെ ഈ മകനുണ്ടായിരുന്നെങ്കിൽ നീ നിന്റെ മകനെ തലയിലെടുത്ത് വെക്കുമായിരുന്നു. അത്രയ്ക്ക് നിനക്ക് നിന്റെ മക്കളേക്കാൾ വലുത് പണാ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, അല്ലച്ചാ, ഇവരുടെ 2 മറ്റു മക്കളുണ്ടല്ലോ, അവരെ എത്ര പണം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഇവര് പൊന്നുപോലെയാ നോക്കുന്നത്. ഒരുത്തൻ ജോലി ഇല്ലാതെ കറങ്ങി നടക്കുന്നു, മറ്റൊരുത്തൻ അച്ഛനെ ഹോസ്പിറ്റലാക്കി ജയിലിൽ കയറ്റി. അച്ഛന്റെ 50 ലക്ഷം രൂപ ഇവൻ അടിച്ചു മാറ്റി കൊണ്ടുപോയി. എന്നിട്ടും ഇവരോട് തോന്നാത്ത വെറുപ്പാണ് ഇന്ന് ഞാൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഇവർക്ക് എന്നോട് തോന്നിയത്. ഇങ്ങനെയൊക്കെ വെറുക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റച്ച ഇവരോട് ചെയ്തത്? മോനെ സച്ചി, ഇനി നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. നിനക്ക് സ്ഥാനമില്ലാത്തടത്ത് എനിക്ക് സ്ഥാനമില്ല. നമുക്ക് പോവാം. നീ കാർ എടുക്ക്. ഇതും പറഞ്ഞ് അവർ കാറിൽ കയറാൻ വേണ്ടി പോവാട്ടോ. ആ സമയത്താണ് നമ്മുടെ ശ്രീകാന്തിന്റെ എൻട്രി. ആ സമയത്ത് സുധി വന്ന് ചന്ദ്രയോട് പറയുന്നുണ്ട്, അമ്മേ, അച്ഛനും അതാ പോന്നു. അവരോട് ഇറങ്ങി പോവാൻ പറയേണ്ടിയില്ലായിരുന്നു. ഇനിയിപ്പൊ ഇവിടുത്തെ കാര്യം എങ്ങനെ അമ്മേ നടക്കുക? ദേ അമ്മേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ആ സച്ചി ഇങ്ങ് വിളിച്ചോണ്ട് വാ. മിണ്ടാണ്ടിരിയടാ. നീ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാ അവൻ എന്റെ മുഖത്ത് നോക്കി എന്തും വിളിച്ചു പറയാന്നുള്ള ഭാവം വന്നത്. നിനക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ നെഞ്ചു വിരിച്ച് ഈ അമ്മയ്ക്ക് അവന്റെ മുഖത്ത് നോക്കായിരുന്നു. അമ്മേ, ഇപ്പൊ അതല്ലല്ലോ വിഷയം. എനിക്ക് ജോലിയൊക്കെ കിട്ടിക്കോളും. അമ്മ പെട്ടെന്ന് പോയിട്ട് അവരെ വിളിച്ചോണ്ട് വാ. ഇത് കേട്ടപ്പോ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഒന്ന് മിണ്ടാതിരിക്ക്. നിനക്ക് നാണമില്ലേ? പിന്നെന്താ ശ്രുതി, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുവോന്ന് പറ. നിന്റെ അച്ഛൻ അയക്കും ഇവിടേക്കുള്ള പണം.
ഇവിടുത്തെ ചെലവിനുള്ള പണം നിന്റെ അച്ഛൻ അയക്കുവാണെങ്കിൽ അവര് പൊക്കോട്ടെ. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, ഇവളുടെ അച്ഛൻ കൊണ്ടുവന്നിട്ട് ഈ രാജാവായി ഈ സിംഹാസനത്തിൽ ഇരിക്കാന്ന് നീ കരുതണ്ട. അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടോ ആവോ? സുധി, നീ നോക്കി നിൽക്കാതെ നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വിളിക്ക്. അമ്മ പറഞ്ഞിട്ട് വരാതെ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എങ്ങനെയാ അമ്മ വരിക? അമ്മ ചെന്ന് വിളിക്ക്. അപ്പോഴാണ് ശ്രീകാന്ത് കയറി വരുന്നത്. ശ്രീകാന്തിനെ കണ്ട പടത്തിനെ ചന്ദ്രമതി ഓടിച്ചെല്ലുന്നുണ്ട്. മോനെ ശ്രീകാന്ത്, എവിടെ വർഷമോള്? അതൊക്കെ ഞാൻ പറയാമേ. അല്ല, സച്ചേട്ടനും അച്ഛൻ എങ്ങോട്ടാ? ഏട്ടത്തി എങ്ങോട്ടാ ഏട്ടത്തി? അത് പിന്നെ മോനെ ശ്രീകാന്ത്, നിന്റെ അച്ഛൻ ഈ വീട് വിട്ട് പോവുക. എന്താ, അച്ഛൻ വീട് വിട്ട് പോവാണെന്നോ? അതെ, ദേ അവനുണ്ടല്ലോ, അവനാ നിന്റെ അച്ഛൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അവനെ പോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ അച്ഛന് വേണ്ടേ? സച്ചേട്ടനും രേവതിയേട്ടത്തി എന്തിനാ ഈ വീട് വിട്ട് പോകുന്നത്? അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ശ്രീകാന്തെ, നിന്റെ ഭാര്യയുടെ അച്ഛൻ അങ്ങനെ അവൻ തല്ലി ചതച്ചില്ലേ, അതുകൊണ്ട് അമ്മ അവരോട് ഈ വീട് വിട്ട് ഇറങ്ങി പോവാൻ പറഞ്ഞു. പോകുന്ന വഴിക്ക് അവൻ അച്ഛനെ വിളിച്ചോണ്ടാ പോകുന്നത്. അമ്മേ, നിങ്ങൾക്കെന്താ ഈ പ്രശ്നം ഊതി വീർപ്പിച്ച് വലുതാക്കുകയാണോ വേണ്ടത്? കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരും മനസ്സിലാക്കുന്നതിന് പകരം സച്ചേട്ടനോട് ഇവിടെ ഇറങ്ങി പോകാനാണോ പറയേണ്ടത്? സച്ചേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ അവളുടെ അച്ഛനും തെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും തുല്യമായ രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളെ മാത്രം ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഇതും പറഞ്ഞ് ശ്രീകാന്ത് ചെന്നിട്ട് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സച്ചേട്ടാ, നിങ്ങൾ എങ്ങോട്ടീ പോകുന്നത്? ഓ, വന്നോ അവൻ? എന്താ വരാത്തതെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. നമ്മളില്ലേ ഇനി ഈ വീട്ടിലോട്ട്? നമ്മൾ പോയി തന്നാ നിന്റെ ഭാര്യ ഇങ്ങോട്ട് വരുമല്ലോ. നിങ്ങൾ സന്തോഷായിട്ട് ജീവിക്ക്, അല്ലേ അച്ഛാ? മോനെ ശ്രീകാന്തെ, വർഷമോള് വന്നില്ലേ? ഇല്ല അച്ഛാ, അവള് വാശിയില്ല. എന്തിനാ വാശി കാണിക്കുന്നത്? അവക്ക് ഈ നടന്നതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. കുറച്ചു കഴിഞ്ഞ് അതൊക്കെ മാറിക്കോളും. ഒന്ന് തണുത്തിട്ട് ഞാൻ തന്നെ പോയി അവളെ വിളിച്ചോണ്ട് വന്നോളാം. പക്ഷെ അതിനെന്തിനാ സച്ചിയേട്ടനും ഏട്ടത്തിയും അച്ഛനൊക്കെ ഇറങ്ങി പോകുന്നത്? ശ്രീകാന്തെ, നിന്റെ അമ്മായിയച്ഛൻ ചെയ്ത തെറ്റ് നിനക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ എനിക്കത് പറ്റില്ല. എന്റെ ഭാര്യയെ ആളുകൾ നോക്കി നിൽക്കെ പരിഹസിച്ച് കള്ളിയാക്കിയവർ. നിന്റെ ഭാര്യ ആരെങ്കിലും അതുപോലെ കള്ളിയാക്കുവാണെങ്കിൽ നീ കൈകെട്ടി നോക്കി നിൽക്കോ? അവൾക്ക് വേണ്ടി നീ സംസാരിക്കില്ലേ? ഈ ഏട്ടൻ അത്ര മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ എന്റെ സ്വന്തം പെറ്റ അമ്മ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. അതും അയാൾക്ക് വേണ്ടി. അവർക്ക് പണത്തോടുള്ള ആർത്തിയാ. അതിനുവേണ്ടി എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ഇനി ആർക്കും ഒരു ഭാരമാവുന്നില്ല. ഞാനും എന്റെ ഭാര്യ ഇറങ്ങിപ്പോവാ. എനിക്ക് അച്ഛനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്റെ അച്ഛനെ മാത്രമേ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുള്ളൂ. ഏട്ടാ, ഏട്ടൻ ഇതെന്തൊക്കെയാ പറയുന്നത്? വർഷയെ നാളെ ഞാൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നോളാം. അവക്ക് ആ പ്രശ്നം നടന്ന ഹാങ് ഓവർ ഉണ്ട്. അതൊക്കെ നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാം. ഏട്ടൻ പോവാതെ വന്ന് കയറാൻ നോക്ക്. അമ്മ എന്തെങ്കിലും ആവശ്യമില്ലാതെ വിളിച്ച് പറയുന്നുണ്ടെന്ന് കരുതിയിട്ട്. ഇല്ല ശ്രീകാന്തെ, ഇനി ഞാൻ ആ വീട്ടിലോട്ടില്ല. നിന്റെ ലൈഫ് ഞങ്ങൾ കാരണം ഇല്ലാതായി പോവരുത്. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ രേവതി പറയുന്നുണ്ട്, മോനെ ശ്രീകാന്തെ, വർഷയ്ക്ക് ഞങ്ങളോട് ദേഷ്യമായിരിക്കല്ലേ എന്ന് ഇത് കേട്ട് ഓടി ചന്ദ്രമതി വരുന്നുണ്ട്. പിന്നെ ദേഷ്യമല്ലാതെ നിങ്ങളോട് സ്നേഹം ഉണ്ടാവുന്ന കരുതിയോ? അത്രയൊക്കെ ചെയ്തെന്നും പോരാ, അവൾക്ക് ദേഷ്യം ഉണ്ടോന്ന് ചോദിക്കുന്നു. നാണമില്ലേടി നിനക്ക്? അമ്മേ, എന്നോടല്ലേ രേവതി ഏട്ടത്തി ചോദിച്ചത്, അല്ലാതെ അമ്മയോടല്ലോ. ഏട്ടത്തിക്ക് കൊടുക്കേണ്ട മറുപടി ഞാൻ കൊടുത്തോളാം. ഏട്ടത്തി, വർഷയ്ക്ക് ഇപ്പോ അതിൻ്റെതായിട്ടുള്ള ദേഷ്യമൊക്കെ ഉണ്ടാകും. അത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. ഞാൻ പറഞ്ഞല്ലോ, ആ ഹാങ് ഓവർ ഒന്ന് വിട്ടു കഴിഞ്ഞ് ഞാൻ തന്നെ അവളെ വിളിച്ചോണ്ട് വന്നോളാന്ന്. ശ്രീകാന്തെ, ഞങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുക. എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചോളാം. എന്തിനാ രേവതി നീ എല്ലാവരോടും ഇങ്ങനെ മറുപടി പറയാൻ നിൽക്കുന്നത്? നീ വന്ന് വണ്ടി കയറിയേ. അച്ഛാ, മുന്നിൽ കയറിക്കോ. അച്ഛാ, നിങ്ങളൊക്കെ എങ്ങോട്ടേ പോകുന്നത്? സച്ചേട്ടാ, വാശിയാണെങ്കിൽ എനിക്കും വാശിയാണ്. എത്ര പറഞ്ഞാലും സച്ചേട്ട കേൾക്കില്ലേ? ശ്രീകാന്തെ, ഈ കാര്യത്തിൽ മാത്രം എനിക്ക് നിന്റെ കൂട്ട് നിൽക്കാൻ വയ്യ. ദേ, ഇവരോട് പറ, ഇവരാ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കിയത്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അമ്മയുടെ സ്വന്തം മകനല്ലേ സച്ചേട്ടൻ? അമ്മ സച്ചേട്ടന്റെ കൂടെ നിൽക്കാതെ അവരുടെ കൂടെയാണ് നിൽക്കുന്നത്. സച്ചേട്ടൻ ചെയ്ത ഭാഗത്ത് തെറ്റുണ്ട്. എന്നാ വർഷയുടെ അച്ഛൻ ചെയ്തതും തെറ്റ് തന്നെയാ. രണ്ടുപേരെയും ന്യായീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സച്ചേട്ടന് ഈ വീട് വിട്ട് എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അമ്മ ഇപ്പൊ ഇവരെ തിരിച്ചു വിളിക്കുന്നുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ അച്ഛനും ഏട്ടനും ഏട്ടത്തിയും ഒക്കെ എവിടേക്കെങ്കിലും പോകും. പിന്നെ അവരെ നമുക്ക് കാണാൻ പറ്റില്ല. ഇവരെയൊക്കെ മറന്നുള്ളൊരു ജീവിതം എനിക്കും വർഷക്കും വേണ്ട അമ്മേ. ശ്രീകാന്ത്, ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞത്. അതിപ്പോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ആര് കണ്ടു? ഇനി എന്ത് ചെയ്യാനാ? സച്ചി, നീ അകത്ത് കയറിപ്പോ. എടാ, നിന്നോടാ പറഞ്ഞത് അവളെയും വിളിച്ച് അകത്ത് കയറി പോവാൻ. നിങ്ങൾ ഇറങ്ങി പോവാൻ പറയുമ്പോ ഇറങ്ങി പോവാനും അകത്തോട്ട് കയറാൻ പറയുമ്പോ അകത്തോട്ട് കയറാനും നിങ്ങളുടെ വാലാട്ടിയല്ല. ഞാനേ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദ്യത്തിന് നിങ്ങൾ വ്യക്തമായി മറുപടി തരാണെങ്കിൽ ഞാൻ ഈ വീട്ടിലോട്ട് രേവതിയും കൊണ്ട് കയറാം. എന്തു പറയുന്നു? എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? ചോദിക്കാം. നിങ്ങൾ കൂടുതൽ വെപ്രാളൊന്നും കാണിക്കണ്ട. ഞാനെന്താ നിങ്ങളുടെ മകനല്ലേ? ഇവരെ പോലെ നിങ്ങളുടെ വയറ്റിലല്ലേ ഞാൻ ജനിച്ചത്? അതോ ഞാൻ എന്താ വല്ല അനാഥയോ? എന്നോട് മാത്രം എന്തിനാ നിങ്ങൾ ഇതിനു മാത്രം ദേഷ്യം പിടിക്കുന്നത്? പല തെറ്റുകളും ചെയ്ത് ഇവരോട് നിങ്ങൾ ക്ഷമിക്കുന്നു. പക്ഷേ എന്നെ മാത്രം നിങ്ങൾ വേറൊരു കണ്ണോട്ട് കാണുന്നു. അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടണം. അത് കിട്ടാത്തോടത്തോളം കാലം ഈ സച്ചൻ ഈ വീടിന്റെ പടി ചവിട്ടില്ല. അച്ഛാ, കയറാൻ നോക്ക്. അവർക്ക് അതിന് ഉത്തരം തരാൻ പറ്റില്ല. ഇതും പറഞ്ഞ് സച്ച് കയറുമ്പോ ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചേട്ടാ, ഞാൻ വിടില്ല സച്ചേട്ടനെ.
സച്ചേട്ടൻ പോവല്ലേ സച്ചേട്ടാ, ശ്രീകാന്തെ വിടടാ ഇതും പറഞ്ഞ് സച്ച തള്ളി മാറ്റിയിട്ട് കാറിൽ കയറുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കാറ് കയറാനിട്ടോ ആകെ കുറ്റപ്പെട്ട് നിൽക്കുകയാണ് എല്ലാവരും. അമ്മ ഒരാള് കാരണം ഇത്രയൊക്കെ സംഭവിച്ചത് തൃപ്തിയായല്ലോ അമ്മയ്ക്ക്. ഇതും പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയാൻ നിന്നത്? എന്നിട്ടല്ല അവന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തടാ, എല്ലാവരും കുറ്റപ്പെടുത്ത്. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാട്ടോ. സച്ചി പുതിയൊരു വീട്ടിലോട്ട് താമസം മാറുന്നുണ്ട്. ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡ് എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.